ലീഗ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ ധാരണയായി എന്നാണ് വിവരം കേട്ടോ. വ്യവസായം, IT വകുപ്പ് എന്നിവ PK കുഞ്ഞാലിക്കുട്ടിക്കും, വിദ്യാഭ്യാസ വകുപ്പ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീനും നൽകിയേക്കും. ന്യൂനപക്ഷ പ്രവാസി ക്ഷേമ വകുപ്പ് PK ബഷീറിനും, KM ഷാജിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പും നൽകിയേക്കും. 5ാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂറിന് നൽകാനാണ് നീക്കം. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശാന്തകുമാർ, എങ്ങനെയാണ് മന്ത്രി സ്ഥാന വിഭജനങ്ങൾ, വകുപ്പ് വിഭജനങ്ങൾ ലീഗിന്റെ? സേതു, ഗുഡ് മോർണിംഗ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 പേർ ഈ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 മന്ത്രിമാരുണ്ടായിരുന്നു. ആ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് ഇപ്രാവശ്യവും മന്ത്രിമാരുടെ എണ്ണം നിശ്ചയിച്ചു നൽകുക എന്ന് തന്നെയാണ് ഏകദേശ ധാരണയായിട്ടുള്ളത്. മുസ്ലിം ലീഗ് അങ്ങനെയാണെങ്കിൽ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് PK കുഞ്ഞാലിക്കുട്ടി, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, PK ബഷീർ, അതുപോലെ തന്നെ KM ഷാജി, അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂർ. അബ്ദുൾ ഗഫൂർ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച MLA ആണ്. അദ്ദേഹത്തെ എറണാകുളത്ത് നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ മന്ത്രിയാക്കാനുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിലായിട്ടുള്ളത്. ഇത് ഏകദേശ ധാരണ മാത്രമാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയോട് കൂടിയായിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മുഴുവൻ ലീഗ് നേതാക്കളും ഇപ്പോൾ തിരുവനന്തപുരത്താണ്. ഇന്നും നാളെയുമായിട്ടുള്ള അന്തിമമായ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഒരു തീരുമാനം പ്രഖ്യാപിക്കുക. അത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വകുപ്പുകളിലും വരെ അത്തരത്തിൽ ധാരണ. ഈ 5 പേരിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനൊരു വ്യക്തമായ തീരുമാനം മുസ്ലിം ലീഗിനകത്ത് ഉണ്ടായിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായവും IT വകുപ്പും തന്നെ കൈകാര്യം ചെയ്യും. മണ്ണാർക്കാട് നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാനാണ് ഇപ്പോൾ ധാരണ ആയിട്ടുള്ളത്. PK ബഷീറിന് ന്യൂനപക്ഷ പ്രവാസി ക്ഷേമവും അതുപോലെ തന്നെ ഹജ്ജും വഖഫ് വകുപ്പുകളും നൽകും. KM ഷാജിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകാനാണ് ധാരണ. ഒപ്പം തന്നെ VE അബ്ദുൾ ഗഫൂറിന് പൊതുമരാമത്ത് വകുപ്പ് നൽകാനും ധാരണയായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പിതാവ് പൊതുമരാമത്ത് വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്നു. അതേ ആൾ തന്നെ, അയാളുടെ മകൻ തന്നെ ഇപ്പോൾ വീണ്ടും പൊതുമരാമത്ത് കൈകാര്യം ചെയ്യാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അതായത് മലബാറിൽ നിന്നുള്ള മാത്രം MLA മാർ മന്ത്രിയാവേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ച അബ്ദുൾ ഗഫൂറിനെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും 5 മന്ത്രിമാർ ഉണ്ടാവുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ശരി.